അസ്സലാമു ഫാം ഹൗസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് സുൽത്താനെ കുറിച്ചുള്ള അപ്ഡേഷൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ. നമ്മൾ ലെഞ്ചിങ് ചെയ്യിപ്പിക്കുന്ന സാധനമാണല്ലോ കണ്ടിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം സുൽത്താന് നല്ല രീതിയിലുള്ള അപ്ഡേഷൻസ് അല്ലെങ്കിൽ ട്രെയിനിങ് സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഒരു സുഹൃത്ത് ഉണ്ടായിരുന്നു, നജാദ് എന്ന് പറഞ്ഞിട്ട്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് പരിചയപ്പെട്ടാണ്. നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ കസിനൊക്കെയാണ്. എട്ടാം ക്ലാസ് 9ാം ക്ലാസ് പഠിക്കുന്ന ഒരു ചെറിയ കുട്ടിയാണ്. പക്ഷെ അവൻ എക്സലൻറ്റ് ഹോഴ്സ് റൈഡറാണ്. അവൻ സ്വന്തമായി പഠിച്ച് അവൻ്റെ കീഴിൽ ചെറുങ്ങനെ 3-4 കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവൻ കോഴിക്കോടാണ്. അവൻ നമ്മളെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അമ്മാവൻ്റെ കാര്യം ഇങ്ങനെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ സുൽത്താൻ്റെ പുറത്ത് കയറിയിട്ട് കുറച്ച് കാര്യങ്ങളും ട്രെയിനിങ്ങും സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം സുൽത്താൻ്റെ കളിയും കാര്യങ്ങളൊക്കെ നിന്നു. സുൽത്താൻ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ കൈ കടിക്കുക, കാല് കടിക്കുക, നമ്മൾ നിൽക്കുന്ന സമയത്ത് അറിയാത്ത പോലെ വന്ന് ബാക്കിൽ വന്ന് കടിക്കുക. അതുപോലെ തന്നെ ചില സമയത്ത് കയറഴിഞ്ഞ് പോയി കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിടിക്കാൻ പോയി കഴിഞ്ഞാൽ ഫ്രണ്ട് ചാടിയിട്ട് നമ്മളെ ചവിട്ടും. ഇങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ അവൻ വന്നതിന് ശേഷം കുറേയൊക്കെ നിന്നു. കുതിരനെ നമ്മൾ വെറുതെ വൈൽഡായിട്ട് വിടാതെ കുറച്ച് കൺട്രോൾഡാക്കി നിർത്തണം. അപ്പോൾ അങ്ങനെ കുറച്ച് കൺട്രോൾഡാക്കി നിർത്തിയ സമയത്ത് പിന്നെ അതിന് ശേഷം അങ്ങനെ കാര്യപ്പെട്ട കടിയും കാര്യങ്ങളും അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം നമ്മൾ ചെയ്യാൻ പോണത് ലെഞ്ചിങ് നമ്മൾ സിമ്പിളായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം നമ്മൾ ആളിനെ വെച്ചിട്ട് ലഞ്ച് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു സുൽത്താൻ. അതുപോലെ തന്നെ ഇപ്പോൾ റൈഡിങ്ങും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കടിഞ്ഞാണ് നമ്മുടെ മിസ്സായി. മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാതിരുന്നതാണ്. അപ്പോൾ ലെഞ്ചിങ് ആളിനെ വെച്ച് ചെയ്യിപ്പിക്കുന്ന ഇതെങ്ങനെയാണ് ഇനീഷ്യലി നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. അതെങ്ങനെയാണെന്ന് നമ്മൾ കാണിച്ചു തരാം. ഓക്കെ, Trot. 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 ഉണ്ടല്ലോ, വാക്കിന് ശേഷം കഴിഞ്ഞിട്ടുള്ള ട്രോട്ടാണ്. നമുക്ക് കുറ്റിയോടെ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ പിടിച്ചിട്ട് ചെയ്യണം. അങ്ങനെ പിടിച്ച് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ഒരു കുറ്റി അടിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ബെറ്ററായിരിക്കും. ഓക്കെ, നമ്മൾ സുൽത്താനെ ലെഞ്ചിങ് ചെയ്യിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ കണ്ട ഒരു കാഴ്ചയാണ് കേട്ടോ. ഒരു നല്ല അടിപൊളി വലിയ കൃഷ്ണപ്പരുന്ത് ചത്ത് കിടക്കണം. കാണിച്ചു തരാം. എന്ത് പറ്റിയതാണെന്ന് അറിയില്ല. പക്ഷെ വലിയ പ്രായമൊന്നും ആയിട്ടില്ല. പക്ഷെ അത് കൃഷ്ണപ്പരുന്ത് വളരെ റയറായിട്ട് കാണുന്ന സാധനമാണ്. കാരണം നമുക്ക് വലിയ പരുന്തുകൾ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ കൃഷ്ണപ്പരുന്ത് ഇതുവരെ അങ്ങനെ കിട്ടിയിട്ടില്ല. നോക്കി പക്ഷികളിൽ തന്നെ ഏറ്റവും ഫുഡ് ചെയിലുള്ള ടോപ്പ് മോസ്റ്റ് പ്രിഡേറ്ററാണ് കേട്ടോ. ഇവനെ ഭക്ഷിക്കാൻ വേറെ ആരുമില്ല എന്ന് വേണമെങ്കിൽ പറയാം. കഴുകന്മാർ ഇവർ ചത്ത് കഴിഞ്ഞാൽ ഭക്ഷിക്കുന്നല്ലാതെ ഇവരുടെ ബിരിയാണി ആക്കണ വേറൊരു ജീവിയില്ല. ഇവരാണ് ടോട്ടലി ബാക്കിയുള്ള ഫുഡ് ചെയിനിൽ ടോപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പരുന്തുകളെ പറയാം. ഓക്കെ, ഇനി എന്താണെന്നറിയോ, നമ്മൾ ഫസ്റ്റായിട്ട് കുതിരൻ്റെ മുകളിൽ കയറിയിട്ട് ലഞ്ച് ചെയ്യിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. നമ്മുടെ ടെസ്റ്റിംഗ് സബ്ജക്റ്റ് കുട്ടുവാണ്. അപ്പോൾ കയറിനെ കാണിച്ചാൽ കയറിയിട്ടിട്ടോ. ഓക്കെ, ഇനീഷ്യലി അങ്ങനെ ആയിരിക്കും. അതിൻ്റെ പോരായ്മകളും പാകപ്പിഴവുകളും എല്ലാം ഉണ്ടാവും കേട്ടോ. ഓക്കെ, കയറിക്കോട്ടെ. നടക്കണ കണ്ടില്ല. അപ്പം ഞാൻ കയറും പിടിക്കേണ്ട ഫോണും പിടിക്കേണ്ട അതാണ് കേട്ടോ ഒരു ഇല്ലാത്ത. നമ്മൾ കടിഞ്ഞാണിട്ടില്ല. കടിഞ്ഞാണ് മിസ്സായി. കടിഞ്ഞാണുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ഈസി ആയിരിക്കും. അപ്പോൾ ഒന്നും മനസ്സിലാവാൻ അതിന് ടൈം എടുക്കും. അപ്പോൾ പതുക്കെ സ്പീഡ് കൂടുന്നുണ്ട്. പതുക്കെ സ്പീഡ് കൂടുന്നുണ്ട്. ഇങ്ങനെയല്ല, കുറച്ചും കൂടെ സ്പീഡ് വേണം ഓടാൻ. നല്ല അടിക്കോട്ടോ ചെറുങ്ങനെ. അടി അടി അടി
അടിയിലടിച്ച് കിട്ടുന്നേരോ ഓക്കെ സ്പീഡിലോടൊന്ന് കൊടുക്കും അങ്ങനെ തന്നെ നമ്മൾ ചെറുങ്ങനെ ബാക്കിൽ ഇങ്ങനെ അടി കൊടുത്തു കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോട്ടിനുള്ള കമാൻഡ് അവന് മനസ്സിലാവും ഓക്കെ ഓക്കെ കേട്ടോ. ഇപ്പം നജ്ജാദ് വന്നിട്ട് നമുക്ക് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നല്ല രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ സുൽത്താൻ കുറച്ച് അടങ്ങി ഒതുങ്ങി നിൽക്കുന്നതും എന്താ പറയുക ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റിയതും. ഇനി എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാവിലെ കട്ടാൻ വരുമ്പോഴൊക്കെ ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് ഇങ്ങനെയാണ് വിരൽ ചെയ്യുക. അപ്പോൾ നമ്മൾ കടിഞ്ഞാണില്ലാതെ തന്നെ എൻ്റെ മുകളിൽ റൈഡ് ചെയ്യലുണ്ട്. പക്ഷെ അത് ഡേഞ്ചറാണ്. ചില സമയത്ത് പനിയനും ഞാനൊക്കെ വീണിരുന്നു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടുന്ന സമയത്ത് കടിഞ്ഞാണില്ലാത്തതുകൊണ്ട് അവന് തോന്നുന്ന സമയത്ത് അവൻ എന്ത് കാട്ടും സ്പീഡ് കൂട്ടും. അപ്പോൾ നമ്മൾ ബൈക്ക് ക്ലച്ച് വിട്ട് സ്റ്റാർട്ടാവുന്ന പോലെ തന്നെയാണ് ഒരു ചാട്ടം ചാടുന്ന സമയത്ത് നമ്മൾ ബാക്കിലേക്ക് വീഴും. അങ്ങനെ അനിയൻ മുകളിൽ നിന്ന് വീണ് 2 ഉരുണ്ട് കൈയും കാലത്തെ പെയിൻ്റൊക്കെ പോയിട്ടുണ്ടായിരുന്നതാണ്. ഞാനും ഈ പാടത്ത് ഇഷ്ടം പോലെ വീണു. എൻ്റെ ഫോൺ മഴയത്ത് ഇതേപോലെ ഇങ്ങനെ റൈഡ് ചെയ്തിട്ട് കൊണ്ടുവരുന്ന സമയത്ത് ഈ പാടത്തിൻ്റെ ഒരു തിട്ടുണ്ടാവുമല്ലോ, തിട്ടിൻ്റെ മുകളിൽ നിന്ന് വേറെ അവിടേക്ക് ചാടിയിട്ട് എൻ്റെ ഫോൺ നശിച്ചു. ഇങ്ങനത്തെ കുറേ ഉപകാരങ്ങൾ നമുക്ക് സുൽത്താനെ കൊണ്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ നമ്മൾ നേരത്തെ പറയാം. അങ്ങനെ നമ്മുടെ സുൽത്താൻ പൊളിയല്ലേ. നമ്മൾ ABCD അറിയാത്ത നമ്മൾ ഹോഴ്സ് റൈഡിങ് നമ്മൾ സ്വന്തമായിട്ട് പഠിച്ചില്ലേ. അപ്പോൾ അങ്ങനെ ആർക്കും സിമ്പിളായിട്ട് കുറച്ച് എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ പഠിക്കാവുന്ന ഒരു കേസേ ഉള്ളൂ ഹോഴ്സ് റൈഡിങ്. നമ്മളിത് ബൈക്ക് ഓടിക്കണ പോലെയല്ല, ബൈക്കിനെക്കാട്ടിയും വേറെ തന്നെ ഒരു ഫീലിംഗ് ആണ്. നമ്മൾ മുകളിൽ കയറി കഴിഞ്ഞാൽ കുതിര നമ്മളെ മനസ്സിലാക്കുക, നമ്മുടെ മൂവ്മെൻറ്റ്സിനനുസരിച്ച് കുതിര നമ്മളെ മൂവ് ചെയ്യുക. നല്ല എക്സ്പേർട്ടൊക്കെ ആയിക്കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറുങ്ങനൊന്ന് അനങ്ങിയാൽ തന്നെ ഓട്ടോമാറ്റിക്കലി കുതിരയ്ക്ക് അത് മനസ്സിലാവും. കടിഞ്ഞാനുണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാണ്. അപ്പോൾ ഇതിൻ്റെ വലിയൊരു പങ്ക് നമ്മുടെ നജ്ജാദിനുണ്ട്. അപ്പോൾ നജ്ജാദിനോട് താങ്ക് യു. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റഗ്രാമിലൂടെ ഫാം ഹൗസ് കാരണം ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൂടെ ഒരുപാട് നല്ല സുഹൃത്തുക്കളെ നമുക്കിങ്ങനെ ലഭിച്ചിട്ടുണ്ട്. നമ്മളെപ്പോഴും ഓൾവേസ് അവരെ നമ്മൾ ചെറിഷ് ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ സുൽത്താൻ്റെ ഇപ്പോഴത്തെ നിലവിലുള്ള അവസ്ഥ. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അഭിപ്രായങ്ങൾ നിങ്ങൾ നിങ്ങളുടെ കമൻസിൽ അറിയിക്കണേ. എന്തെങ്കിലും അപ്ഡേഷൻസ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ആർക്കെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ. അസ്സലാമു അലൈക്കും.